ദൈവം നിയമം കോടതി ഇതൊക്കെ നോക്കിക്കോളും. ഞങ്ങൾ വഴി വന്ന് നീ എന്നെ ചവിട്ടി. ഉപ്പുമുളകും സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭു ക്രിസ്മസ് തലേന്ന് കോട്ടയം റോഡിൽ കൂടെ വരുമ്പോൾ ചിങ്ങവനം വഴിയിൽ വെച്ച് 3 കാറുകളെ ഇടിക്കുകയും ഒരു കാൽനടക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തിരുന്നു. ലോട്ടറി കച്ചവടക്കാരനായിരുന്ന അദ്ദേഹത്തിനെ നാട്ടുകാരെല്ലാവരും ചേർന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ്. മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാണ്. മദ്യലഹരിയിലായിരുന്ന സിദ്ധാർത്ഥ് പ്രഭു വണ്ടി ഇടിക്കുകയും നിർത്താതെയും പോവുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ പിടികൂടുകയും മർദ്ദിക്കുകയും ചെയ്തതിന് ശേഷമായിരുന്നു പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസിനോടും വളരെ രൂക്ഷമായും അക്രമാസക്തനായും പെരുമാറിയതിനെ തുടർന്ന് പോലീസ് പിടികൂടുകയും കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ വരെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് സീരിയൽ താരമായ ജിഷൻ മോഹനെ എല്ലാവർക്കും തന്നെ അറിയാം. ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻറ്റുമായിരുന്നു ജിഷൻ ഇപ്പോൾ വളരെ ദേഷ്യത്തിലാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് നാട്ടുകാർ ഇങ്ങനെയൊക്കെ ചെയ്തത്? നാട്ടുകാർ എന്തിനാണ് സിദ്ധാർത്ഥ് പ്രഭുവിനെ കയ്യേറ്റം ചെയ്തത്? കേരളം ഇതാണോ കേരളത്തിലെ മാന്യത? കേരളത്തിലെ പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത് ഇതിനാണോ എന്നൊക്കെയുള്ള രൂക്ഷ വിമർശനവുമായാണ് ജിഷൻ വീഡിയോയുമായി വന്നിരിക്കുന്നത്. വളരെയധികം പൊട്ടിത്തെറിച്ച് തന്നെയാണ് ജിഷൻ പ്രതികരിക്കുന്നത്. വളരെയധികം മോശമായി പോയി. എന്തു തന്നെ ആയാലും ഇത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നും ജിഷൻ പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് നാട്ടുകാർ പിടികൂടുകയും നാട്ടുകാർ എന്തിനാണ് കയ്യേറ്റം ചെയ്യുന്നത്? പോലീസിനെ ഏൽപ്പിക്കുകയാണ് അവരുടെ ജോലി. നാട്ടുകാർ അയാളെ മർദ്ദിക്കേണ്ട നാട്ടുകാർക്ക് എന്ത് അധികാരമാണ് ഒരു വ്യക്തിയെ തല്ലാനെന്നാണ് ജിഷൻ്റെ ചോദ്യം. ഇത് വളരെ മോശമായ രീതിയായിപ്പോയി. മുൻപ് ഇതുപോലെ ഒരു മധു എന്ന ഒരാൾ ഭക്ഷണം കട്ടതിൻ്റെ പേരിൽ നാട്ടുകാർ കൈകാര്യം ചെയ്തതിൻ്റെ പേരിലാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. അതുപോലെ തന്നെയാണോ എല്ലാവരും ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെയുള്ള ചോദ്യവുമായാണ് ജിഷൻ വരുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം, കോടതി അങ്ങനെ പലതും തന്നെ നമ്മുടെ കേരളത്തിലുണ്ട്. പിന്നെ എന്തിനാണ് നാട്ടുകാർ പോലീസിൻ്റെ ജോലി കയ്യേറുന്നത് എന്നൊക്കെയുള്ള ചോദ്യമായാണ് ജിഷൻ എത്തിയിരിക്കുന്നത്. ക്രിമിനൽ ആക്ടിവിറ്റിയാണ് കേരളത്തിലുള്ളവർ ചെയ്തത് എന്നാണ് ജിഷൻ പറയുന്നത്. കഴുത്തിൽ പിടിച്ച് ഞെരിക്കുകയും അങ്ങനെ പല കാര്യങ്ങളുമാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു സഹപ്രവർത്തകനാണ് സിദ്ധാർത്ഥ് എന്നതിലുപരി ഒരു മനുഷ്യൻ തന്നെയാണ്. ക്രിസ്മസ് തലേന്നും ന്യൂ ഇയർ തലേന്നുമൊക്കെ മദ്യം കഴിക്കാത്തതായിട്ട് ആരും തന്നെ കേരളത്തിൽ കാണില്ല. കുറച്ച് പേരെങ്കിലും കഴിച്ചൊക്കെ തന്നെ ആയിരിക്കണം പോകുന്നത്. അപ്പോൾ പിന്നെ അത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല എന്നും ജിഷൻ പറയുന്നുണ്ട്. എന്നാൽ പോലും നിയമം കയ്യിലെടുക്കാൻ ആർക്കാണ് അധികാരമുള്ളത് എന്നുള്ള രീതിയിലാണ് ജിഷൻ പറഞ്ഞിരിക്കുന്നത്. എന്തു തന്നെയായാലും വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ജിഷൻ ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത്.